ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതെല്ലാം തന്നെ കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്. ഒരു 500 രൂപ മുതൽ 1000 രൂപ വരെയാവും ഒരു പ്ലാനറിന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു 100 പേജിൻ്റെ നോട്ട്ബുക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്ലാനർ നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. ഈ പ്ലാനർ സ്റ്റുഡൻസിനാണെങ്കിലും പ്രൊഫഷണൽസിനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടമ്മമാർക്കാണെങ്കിലും ഒരുപോലെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ലൈഫൊക്കെ ഒന്ന് കുറച്ച് ഓർഗനൈസ്ഡ് ആക്കാൻ, ഓരോ കാര്യങ്ങളും സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്നൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ ഒരു പ്ലാനർ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായിട്ട് ആദ്യം വേണ്ടത് 100 പേജിൻ്റെ ഒരു നോട്ട്ബുക്കാണ്. അത് ലൈൻസ് ഇല്ലാത്ത ബുക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമുക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ ചെറിയ ബുക്ക് കിട്ടുമല്ലോ, അത് മതിയാവും. പക്ഷേ അത് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. ഇനി വേണ്ടത് 1-2 പെൻസാണ്. ബ്ലാക്കോ ബ്ലൂവോ റെഡൊക്കെ 1-2 പെൻസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ വേണ്ടത് പെൻസിൽ, റബ്ബർ, ഷാർപ്പ്നറാണ്. ഇനി ഒരു സ്കെയിൽ വേണം. നമുക്ക് കയ്യിൽ മാർക്കറോ സ്കെച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 കളർ പെൻസിൽസ് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഞാൻ കടയിൽ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പേജിൽ ഒരു മോട്ടിവേഷണൽ കോട്ട് എഴുതുന്നുണ്ട്. അതൊരു തുടക്കമാണല്ലോ, അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കോഡ്സ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് പേജിൽ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയ ബുക്ക് നോർമൽ സൈസ് കിട്ടിയില്ല. അപ്പോൾ വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ഞാൻ ഇതിനൊരു ഔട്ട്ലൈൻ വരച്ചിട്ടാണ് ഇതിനകത്താണ് എഴുതുന്നത്. ഫസ്റ്റ് പേജിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കർ വെച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോൾസ് 2020. ഈ വീഡിയോൻ്റെ ഹാഫ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പ്ലാനറിൽ എഴുതേണ്ടത്, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തതൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഹെഡിങ് എഴുതേണ്ടതും അതിൻ്റെ കോളങ്ങളൊക്കെ തിരിക്കേണ്ടതും അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബക്കറ്റ് ലിസ്റ്റ്, അടുത്തത് 3-ാമത്തേത് ബുക്സ് ടു റീഡ്. ഈ ഒരു പേജ് 2020 മുഴുവൻ നമുക്ക് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പേജ് മുതൽ, അതായത് ഈ പേജ് മുതൽ നമ്മൾ മന്ത് വൈസ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് പേജ് ജാനുവരി 2020. അപ്പോൾ ഞാനിവിടെ 8 കോളംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ദിവസവും എഴുതാനുള്ളതാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. താഴേക്ക് നമുക്ക് മൊത്തത്തിൽ 31 ബോക്സസ് വേണം. ഇതിൽ ഫസ്റ്റ് റോയിൽ ഞാൻ ഓരോ ദിവസം എഴുതി കൊടുക്കുന്നുണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, സാറ്റർഡേ വരെ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇനി 8-ാമത്തെ കോളത്തിൽ നമ്മൾ എഴുതുന്നത് വീക്ക്ലി ഗോൾസ് അല്ലെങ്കിൽ നോട്ട്സ് ആണ്. ജനുവരി 1 ബുധനാഴ്ചയാണ്. അപ്പോൾ അവിടെ മുതൽ 1, 2, 3, 31 വരെ ഓരോ ദിവസവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ബോക്സിൻ്റെ വലത്തുവശത്ത് മുകളിലായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ബോക്സ് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. അപ്പോൾ താഴത്ത് ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എഴുതുന്നത് കോട്ട് ഓഫ് ദി മന്ത് ആണ്. ഓരോ മാസത്തിലും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന കോട്ട്സ്. തൊട്ടടുത്ത പേജിൽ ഗോൾസ് ഓഫ് ദി മന്ത് ആണ് നമ്മൾ എഴുതുന്നത്, ജാനുവരി 2020. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് കരിയർ ഗോൾസ് ആണ്, 2-ാമത്തേത് ഫൈനാൻഷ്യൽ ഗോൾസ്, 3-ാമത്തേത് ഹെൽത്ത് ഗോൾസ്. അപ്പോൾ 4-ാമത്തേന് സ്പേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കോളംസ് വരയ്ക്കുന്നു, അതിന് ഹെഡിങ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഹാഫ് മുതലാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഇതുകൊണ്ട് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ഒരു ഉപകാരമുള്ളൂ. അടുത്ത പേജിൽ ഒരു ചെറിയ കലണ്ടർ വരയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വരച്ച പോലെ അത്രയും വലുത് വേണ്ട, ചെറുത് മതി. 7 കോളംസ് വേണം. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ വീക്ക് ഡേയ്സ് ആണ് എഴുതുന്നത്. താഴേക്ക് ഓരോ ഡേറ്റുകളും അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. അതിൻ്റെ വലത്തുവശത്തായിട്ട് വീക്ക്ലി ടോട്ടൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ വീക്കിൻ്റെയും ടോട്ടൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നോ സ്പെൻഡ് ഡേയ്സ് എന്ന് എഴുതുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയ ബോക്സ് വെച്ചിട്ട് അത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഈ കലണ്ടറിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ മാസം ഉണ്ടാകുന്ന ചിലവ് കുറയ്ക്കാനായിട്ട് ഈ പേജ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഹാബിറ്റ് ട്രാക്കറാണ് കൊടുക്കുന്നത്. ഇത് ലൈൻസ് ഇല്ലാത്ത ബുക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ വലത്തുവശത്തായിട്ട് 31 കോളംസ് തിരിക്കുന്നുണ്ട്. അത് വളരെ ചെറിയ കോളംസ് മതി, ജസ്റ്റ് ഒരു ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള വലിപ്പം മാത്രം അതിന് മതിയാവും. അതിൻ്റെ ഇടതുവശത്തായിട്ട് കുറച്ച് സ്പേസ് വിടണം, നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ടാണ്.
പിന്നെ സ്പീഡിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇടതുവശത്തുള്ള സ്പേസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉള്ള ശീലങ്ങൾ തന്നെ മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനായിട്ടാണ് ഈ പേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് വർക്കൗട്ട്, ബുക്ക് റീഡിങ്, സ്ലീപ്പിംഗ്, 8 ഗ്ലാസസ് ഓഫ് വാട്ടർ, പ്രെയർ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഫാമിലി ടൈം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് പേഴ്സണലായി ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ നോട്ട് ചെയ്തെന്ന് മാത്രം. അടുത്ത പേജിൽ ഞാനൊരു ബൗൾ വെച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. കോമ്പസ് ഇല്ലാത്തതുകൊണ്ടാണ് ബൗൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഈക്വലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 31 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം ജനുവരിയിൽ 31 ദിവസമാണുള്ളത്. അപ്പോൾ അങ്ങനെ 31 ഡേയ്സ്. ഇതിന് ഹെഡിങ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡേറ്റും എഴുതി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂഡ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും എങ്ങനെയാണ്, ഏതൊക്കെ ഇമോഷൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്, ഹാപ്പി, സാഡ്, മോട്ടിവേറ്റഡ്, ഇതെല്ലാം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാനറിൽ എഴുതി തുടങ്ങാം. ഗോൾസ് 2020 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളുടെ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് ബക്കറ്റ് ലിസ്റ്റ്. നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡ്രീമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ടാവും. കുറേ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇനി ബുക്സ് ടു റീഡ്. നമുക്ക് ഈ ഒരു വർഷത്തിൽ വായിക്കാൻ ആഗ്രഹമുള്ള ബുക്കുകൾ അല്ലെങ്കിൽ വായിച്ച ബുക്കുകൾ ഒക്കെ നമുക്കിവിടെ നോട്ട് ചെയ്യാം. വായിച്ചു കഴിഞ്ഞ ബുക്കുകൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ട്രാക്ക് ചെയ്യുന്നത് വഴി നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും അതുപോലെ വായനാശീലം കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ സഹായിക്കും. എൻ്റെ ജാനുവരി മാസത്തെ 2 ബുക്കുകളാണിത്. ഇനി നമ്മൾ മന്ത്ലി പ്ലാനിങ്ങിലേക്ക് പോവുകയാണ്. ഇത് ജാനുവരി 2020 കലണ്ടറാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു മാസം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കിവിടെ നോട്ട് ചെയ്യാം. സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം, റിവിഷൻ, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിൽ ക്ലയൻറ്റ് മീറ്റിങ്ങോ അല്ലെങ്കിൽ സെമിനാർസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്യാം. ഇനി ഏറ്റവും അവസാനത്തെ കോളം വീക്ക്ലി ഗോൾസ് അല്ലെങ്കിൽ നോട്ട്സാണ്. അപ്പോൾ ഈ ഒരു വീക്കിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ നോട്ട് ചെയ്യാം. ചെയ്യാൻ വെച്ച കാര്യങ്ങൾ നടന്നോ ഇല്ലയോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. എക്സാമ്പിൾ പേരൻ്റ്, മൊബൈൽ ബില്ല്. ഈ കലണ്ടറിൽ ഞാൻ എക്സാമ്പിളായിട്ട് വീഡിയോ ഷൂട്ടിങ്ങിൻ്റെയും വീഡിയോ എഡിറ്റിംഗ്, പോസ്റ്റിംഗ്, ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ ഇയർ പാർട്ടി, ചർച്ചിൽ പോകാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു എക്സാമ്പിൾ നോക്കാം. ജാനുവരി 15 മടുവിന് വാക്സിനേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സമയവും എവിടെയാണ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നത്തെ ദിവസം മീൽ പ്രിപ്പ് എഴുതിയിട്ടുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്. കാരണം വാക്സിനേഷൻ കഴിഞ്ഞാൽ മിക്കവാറും പനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രീ പ്ലാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു സ്പേസ് ഉള്ളത് നമ്മൾ താഴെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കോട്ട് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞു എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും, മന്ത്ലി കോട്ടൊക്കെ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് വായിച്ചാൽ ഒരുപാട് ഹെൽപ്ഫുള്ളാവും. ഒന്ന് ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അത് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. ഇത് ഗോൾസ് ഓഫ് ദ മന്ത്. ഈ മന്തിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. അത് ഞാൻ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കരിയർ ഗോൾസ്, ഫിനാൻഷ്യൽ ഗോൾസ്, പിന്നെ ഹെൽത്ത് ഗോൾസ്. കരിയർ ഗോൾസിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്ലൈ ഫോർ WS, CV അപ്ഡേറ്റ് ചെയ്യാം, പിന്നെ ഒരു ഓൺലൈൻ കോഴ്സിന് എന്തെങ്കിലും ചേരാമെന്നൊക്കെയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഗോൾസിൽ അത് ഓരോരുത്തരുടെയും നീഡ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മണി ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സേവ് എവറി ഡേ. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നാണയങ്ങളാണെങ്കിൽ പോലും എടുത്ത് വെക്കുക. പിന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെൽത്ത് ഗോൾസ് വരുമ്പോൾ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് എന്നും കഴിക്കുക. ഞാൻ മിക്കപ്പോഴും മുടങ്ങി പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് സൂപ്പൊക്കെ ഡയറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഗ്ഗും ചിക്കനും ഒക്കെ കഴിക്കാൻ വിൻ്റർ നല്ലൊരു സമയമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. എക്സ്പെൻസ് ട്രാക്കർ ജാനുവരി 2020. അപ്പോൾ നമ്മൾ ചെറിയൊരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഓരോ ദിവസത്തെയും നമ്മുടെ ചിലവ് എത്ര രൂപയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് രാത്രിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു വീക്ക് അവസാനിക്കുമ്പോൾ, ഒരാഴ്ചയുടെ അവസാനം നമുക്കിതുപോലെ ആ ആഴ്ച എത്ര രൂപ ചിലവാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 4 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ച വരുമ്പോൾ അത് മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ എത്ര രൂപയാണ് ചിലവാക്കിയതെന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വരും, അതും ഇതിൻ്റെ അടിയിൽ എഴുതാവുന്നതാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ, വീക്ക്ലി ടോട്ടലിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തെ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കാം. അപ്പോൾ അത് പലർക്കും പലതാണല്ലോ. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും ഏത് എക്സ്പെൻസാണ് വരുന്നത് അത് നമുക്ക് അടിയിൽ എഴുതാവുന്നതാണ്. ഇനി ഈ പേജിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ചില ബോക്സുകൾ ബ്ലൂ പെയിൻറ്റ് വെച്ച് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോ സ്പെൻഡ് ഡേയ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ ഒട്ടും ചിലവ് ചെയ്യില്ല, അല്ലെങ്കിൽ ചിലവ് മാക്സിമം കുറക്കും എന്നുള്ളൊരു രീതിയിലാണ് നോ സ്പെൻഡ് ഡേയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി മാസാവസാനം ഉള്ളൊരു ഞെരുക്കമുണ്ടല്ലോ, അത് മിക്കവർക്കും ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ചയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മാസാവസാനം നമ്മൾ പൈസ തികയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മാസത്തിൽ 1, 2, 3 ദിവസമൊക്കെ നോ സ്പെൻഡ് ഡേയ്സ് ആയിട്ട് വെക്കാം. അപ്പോൾ അത് ഏത് ഡേറ്റാണോ നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫെയിലായി നമുക്ക് എക്സ്പെൻസ് വന്നു എന്നുണ്ടെങ്കിൽ ഇൻഡു മാർക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു മാസാവസാനം ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ കടപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. മാസാവസാനം ആയില്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ നമ്മുടെ ചിലവിൻ്റെ കണക്കൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കണക്ക് കിട്ടും. ഇനി നമ്മൾ ഹാബിറ്റ് ട്രാക്കറിലേക്ക് പോവുകയാണ്. നമുക്ക് ഉള്ള ശീലങ്ങൾ അല്ലെങ്കിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസം, അതായത് 31 ഡേയ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കോളം വരച്ച്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ചെയ്യാൻ പറ്റിയതുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഡു മാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാസാവസാനം ആകുമ്പോൾ ഈ ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീലങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയോ, നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ട്രാക്കർ മൂഡ് ട്രാക്കർ. അപ്പോൾ ഇത് നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയൊക്കെ ലെവൽ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഓരോ ദിവസവും നമുക്കിതിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേറ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം ഒരു മാസം അവസാനമാകുമ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നു, സന്തോഷമായിരുന്നോ കൂടുതൽ, സങ്കടമായിരുന്നോ കൂടുതൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് സന്തോഷമാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക, സങ്കടമാണെങ്കിൽ ഇത് കുറച്ച് ഏത് ലെവലിലാണ് എന്നനുസരിച്ചിട്ട്, ഇപ്പോൾ പകുതി സന്തോഷം പകുതി സങ്കടമായിരുന്നെങ്കിൽ ഹാഫ് ചെയ്യുക, ഫുൾ സങ്കടമായിരുന്നെങ്കിൽ അത് ചെറിയ കളറിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇതൊരു ഗെയിം പോലെയാണ്, നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. 1-2 ദിവസം മുടങ്ങാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും പിന്നെ ഇത് ചെയ്യാനൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ പിന്നെ കിടക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ മാറും. പ്ലാനിങ്ങും ട്രാക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു മാസം മൊത്തത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും ഞാനൊന്ന് കാണിച്ചു തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഹെൽപ്ഫുള്ളായെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി പറയാൻ മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.